ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാം, ഇതിനെ റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നുമാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമ്മൾ മൊമെന്റം ഒക്കെ കേട്ടിട്ടുണ്ട്. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നുമാണ് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്ന് പറയുന്നത് വേരിയബിൾസ് ആയ ഫോഴ്സ്, മാസ്, വെലോസിറ്റി ആൻഡ് ടൈമിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഫോഴ്സ്, മാസ്, വെലോസിറ്റി ആൻഡ് ടൈം ഈ 4 വേരിയബിൾസിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദിസ് ഇക്വേഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ സോൾവിംഗ് പ്രോബ്ലംസ് വെൻ ലാർജ് ഫോഴ്സ് ആക്ട്സ് ഓവർ എ വെരി സ്മോൾ ടൈം. ഒരു വളരെ ചെറിയ സമയത്തിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഒരു വളരെ ചെറിയ സമയത്തിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇമ്പൾസ് അല്ലെങ്കിൽ എന്താണ് മൊമെന്റം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇമ്പൾസ് ഓർ ഇമ്പൾസീവ് ഫോഴ്സ്. When a large force acts over a very small time, that force is called impulsive force. ഒരു വളരെ ചെറിയ സമയത്തിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സ് ഓർ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പൾസ് ഡിറ്റർമിൻ ചെയ്യുന്നത് സിംപ്ലി ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഓക്കെ, if a number of forces acts on a system, then the force is equal to net force or resultant force. ഒരു സിസ്റ്റത്തിൽ കുറേ ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് ഓർ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ക്യാൻ ബി നെറ്റ് ഫോഴ്സ് ഓർ റിസൾട്ടന്റ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഇസ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് മൊമെന്റം. എന്താണ് മൊമെന്റം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് ഇൻ മോഷൻ. മാസ് ഇൻ മോഷനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. അതായത് എല്ലാ ബോഡിക്കും ഒരു മാസ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഈ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ബോഡി ഹാസ് എ മൊമെന്റം. ക്ലിയർ ആയോ? അപ്പോൾ എല്ലാ ബോഡിയിലും മാസ് ഉണ്ട്. സോ ഈ മാസ് മോഷനിലാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ബോഡി ഹാസ് എ മൊമെന്റം. ഓക്കെ, അപ്പോൾ മാസ് ഇൻ മോഷനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മൊമെന്റത്തിന്റെ യൂണിറ്റ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. സോ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ മൊമെന്റത്തിന്റെ യൂണിറ്റ് ഒന്നുകിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ ന്യൂട്ടൺ സെക്കൻഡ്. ഇനി നമുക്ക് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിളിലോട്ട് വരാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the impulse of a force is equal to change in momentum. According to impulse momentum principle, impulse is equal to change in momentum, or impulse is equal to final momentum minus initial momentum. So ഈ ഇക്വേഷനെയാണ് നമ്മൾ impulse momentum equation, or you can say it as the impulse momentum principle. In impulse എന്ന് പറയുന്നത് എന്താണ്? F into t. Final moment at the velocity, final velocity v2 ആണെങ്കിൽ final momentum എന്തായിരിക്കും? m into v2. The initial velocity is v1. Initial momentum എന്തായിരിക്കും? m into v1. So F into t is equal to m into v2 minus v1. This equation is known as the impulse momentum equation. Okay, the last equation important ആണ്. F into t is equal to m into v2 minus v1.
ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഈ ഇക്വേഷനെയാണ് നമ്മൾ ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, a body weighing 40 Newton drops freely from a height of 50 meter and penetrates into the ground by 100 centimeter. Find the average resistance to penetration and the time of penetration. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ബോഡി ഉണ്ട്, ബോഡി 50 മീറ്റർ ഹൈറ്റിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യിക്കുകയാണ്. 40 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡിയെ 50 മീറ്റർ ഹൈറ്റിൽ നിന്നും നമ്മൾ ഫ്രീ ആയിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ വെയിറ്റ് ഗ്രൗണ്ടിൽ തട്ടി എഗെയിൻ ഗ്രൗണ്ടിനുള്ളിലൂടെ ഒരു 100 സെന്റിമീറ്റർ പെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വെയിറ്റ് ഗ്രൗണ്ടിനുള്ളിലോട്ട് പെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആവറേജ് റെസിസ്റ്റൻസ്, പെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ആവറേജ് റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ ദി ടൈം ഓഫ് പെൻട്രേഷൻ. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 100 സെന്റിമീറ്റർ താഴെ വെയിറ്റ് പെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പെൻട്രേഷന് റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് ആൻഡ് ഓൾസോ ടൈം ഓഫ് പെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷനിലോട്ട് കടക്കാം. തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. 50 മീറ്റർ ഹൈറ്റിൽ നിന്നും നമ്മൾ വെയിറ്റ് 40 ന്യൂട്ടനെ ഡ്രോപ്പ് ചെയ്യിക്കുകയാണ്. 40 ന്യൂട്ടൺ ഗ്രൗണ്ട് ലെവലിൽ ടച്ച് ചെയ്തു, ദെൻ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് 100 സെന്റിമീറ്റർ പെൻട്രേറ്റ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഈ 40 ന്യൂട്ടനെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ലെവൽ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി ആണ് v2, ഇനിഷ്യൽ വെലോസിറ്റി v1. അപ്പോൾ v1 0 ആണ്. ഗ്രൗണ്ട് ലെവൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി ആണ് v2. എഗെയിൻ ഇതൊരു 100 സെന്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് പെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനൽ വെലോസിറ്റി ആണ് v3 which is 0. ഓക്കെ, ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് വെയിറ്റ് പെൻട്രേറ്റ് ചെയ്യുന്നതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ഗ്രൗണ്ട് ലെവലിൽ നിന്നും 40 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ടാണ് പെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് മുകളിലോട്ടായിരിക്കില്ലേ ആക്ട് ചെയ്യുന്നത്. സോ ലെറ്റ് ദാറ്റ് റെസിസ്റ്റീവ് ഫോഴ്സ് ബി പി. ഓക്കെ, ആ റെസിസ്റ്റീവ് ഫോഴ്സിനെ ഞാൻ പി ആയിട്ട് എടുത്തു. ഇനി എനിക്ക് വേണ്ടത് ആ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. സോ അത് കിട്ടാനായിട്ട് ഫസ്റ്റ് ഞാൻ എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? ജസ്റ്റ് ഈ വെയിറ്റ് ഗ്രൗണ്ട് ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി v2 അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻസ് ഓഫ് കൈനറ്റിക്സ്. v2 square is equal to v1 square plus 2gh. For a freely falling body, equation of motion in kinetics എന്തായിരുന്നു? v2 square is equal to v1 square plus 2gh. ഈ ഇക്വേഷനിൽ നിന്നും v2 കാൽക്കുലേറ്റ് ചെയ്തൂടെ? സോ ഫൈൻ v2. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് സർഫസ് റെസിസ്റ്റൻസ് ആണ് p. സർഫസ് റെസിസ്റ്റൻസ് p കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ഇക്വേഷൻ എനിക്ക് യൂസ് ചെയ്യാം? ഞാൻ കഴിഞ്ഞ ദിവസം വർക്ക് എനർജി ഇക്വേഷൻ പറഞ്ഞു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് ഈ വെയിറ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും പെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ശ്രദ്ധിക്കുക, ഗ്രൗണ്ട് ലെവലിൽ നിന്നും താഴോട്ട് പെൻട്രേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന വർക്ക് എന്തായിരിക്കും? ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് W ഉണ്ട് 40 ന്യൂട്ടൺ, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ P ഉണ്ട്. W ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? W ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഡിസ്പ്ലേസ്മെന്റ് x is equal to 100 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ W ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? W ഇൻറ്റു എക്സ്. P ചെയ്യുന്ന വർക്കോ? P ഇൻറ്റു എക്സ്. വെയിറ്റ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്, P അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ P is മൈനസ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എന്തായിരിക്കും? Wx മൈനസ് Px is equal to change in kinetic energy half m into v3 square minus v1 square. ഈ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P കിട്ടത്തില്ലേ? സോ നമുക്ക് റെസിസ്റ്റീവ് ഫോഴ്സ്, ആവറേജ് റെസിസ്റ്റൻസ് ടു പെൻട്രേഷൻ P കിട്ടി. ഓക്കെ, സിമിലർലി ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ടൈം ഓഫ് പെൻട്രേഷൻ ആണ്. ടൈം ഓഫ് പെൻട്രേഷൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. F into T is equal to m into v3 minus v2.
ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ആണ്. നെറ്റ് ഫോഴ്സ് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? W മൈനസ് പി. സോ W മൈനസ് പി ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു V3 മൈനസ് V2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ ടി മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഫൈൻഡ് ടി. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ കൈനറ്റിക്സിൽ പഠിച്ച എല്ലാ ഇക്വേഷൻസും അറിയാമെങ്കിലേ നിങ്ങൾക്ക് ഈ പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. An automobile weighing 25 kilonewton is moving at a speed of 60 kilonewton per meter when the brakes are fully applied, causing all four wheels to skid. Determine the time required to stop the automobile. The coefficient of friction between the road and tire is 0.5. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ ഒരു ഓട്ടോമൊബൈൽ, ഒരു വെഹിക്കിൾ തന്നിട്ടുണ്ട്. ആ വെഹിക്കിളിന്റെ വെയിറ്റ് 25 കിലോന്യൂട്ടൺ ആണ്. മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇനിഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോന്യൂട്ടൺ പെർ അവർ ആണ്, അതായത് ഇനിഷ്യൽ വെലോസിറ്റി. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബൈൽ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വീൽസ് സ്കിഡ് ചെയ്യുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം ടി ആണ്. ഓൾസോ ഗിവൺ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ ഇസ് 0.5. ഓക്കെ, സൊല്യൂഷനിലോട്ട് കിടക്കാം. ജസ്റ്റ് തന്നേക്കുന്ന ഡേറ്റാസ് വെച്ച് ഫിഗർ വരയ്ക്കുക. ഒരു ഓട്ടോമൊബൈൽ ഉണ്ട്, സെൽഫ് വെയിറ്റ് 25 കിലോന്യൂട്ടൺ ആണ്. കോണ്ടാക്ട് സർഫസിലെ നോർമൽ റിയാക്ഷൻ Rn ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ന്യൂ ഇൻറ്റു Rn. ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ വെലോസിറ്റി തന്നേക്കുന്നത് 60 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 60 into 60 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദാറ്റ് ഇസ് 5/18 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 60 കിലോമീറ്റർ പെർ അവർ എന്തായിരിക്കും? 60 into 5/18 meter per second, that is 16.167 meter per second. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 16.67 meter per second ആണെന്ന് കിട്ടി. ഫൈനൽ വെലോസിറ്റി സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓട്ടോമൊബൈൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0. ഇനി എന്താണ് ജസ്റ്റ് ഈ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീലിൽ വരുന്ന ഫോഴ്സ് വിൽ ബി ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും വീലിൽ വരുന്നത്. അപ്പൊ എന്തായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്? F is equal to mu into Rn. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mu Rn. Rn എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യുക. സിഗ്മ Fy is equal to 0. Rn minus 25 is equal to 0. So Rn is equal to 25 kilonewton. So എന്തായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്? F is equal to 0.5 into 25 into 10 raised to 3 Newton. ഇനി നമുക്ക് വേണ്ടത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, ഫോഴ്സ്, വെലോസിറ്റി ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ. Ft is equal to m into ഫൈനൽ വെലോസിറ്റി v മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി u. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോഴ്സിന് നെഗറ്റീവ് സൈൻ കൊടുത്തത്. ഓക്കെ, സോ മൈനസ് എഫ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കൈനറ്റിക്സിൽ ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾ കൈനറ്റിക്സിൽ പഠിച്ച എല്ലാ ഫോർമുലാസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.